നമസ്കാരം. ഇന്നത്തെ ഈ വിജയവേദി പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് ചെല്ലുന്നത് ജയാനഗറാണ്. വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് ബാംഗ്ലൂരിൽ. ഇവിടെയും ഒരു മലയാളിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ ജയാനഗറിൽ ജയാനഗർ ഷോപ്പിംഗ് മാളിൽ അപ്പുവേട്ടൻ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരില്ല. മിസ്റ്റർ PV അപ്പുക്കുട്ടനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സ്നേഹപൂർവ്വം എല്ലാവരും വിളിക്കുന്നത് അപ്പുവേട്ടൻ എന്നാണ്. അദ്ദേഹം സമുദ്ര സീ ഫുഡ്സിന്റെ പ്രൊപ്രൈറ്ററാണ്. നമുക്ക് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, നാട്ടിൽ എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ, ബിസിനസ് തുടങ്ങിയ സാഹചര്യങ്ങൾ, അദ്ദേഹം ജീവിതത്തിൽ ഫേസ് ചെയ്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം ഈ അല്പസമയത്തിനുള്ളിൽ. അതിനു മുന്നതായിട്ട് അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. സാറിന്റെ സ്വന്തം സ്ഥലം എവിടെയാണ് കേരളത്തിൽ? മാവൂര് കണ്ണിവരമ്പ്. സാർ അവിടെ നിന്ന് എപ്പോഴായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത്, കർണാടകയിലോട്ട്? കർണാടകത്തിൽ കറക്റ്റായിട്ട് 1975 ജൂലൈ 31. 75 വന്നു. എന്തായിരുന്നു കാരണം ഇങ്ങോട്ട് വരാനുള്ളത്? അതെ, അവിടെ ചെറിയ ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം തേടി അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഇതിലേക്ക് എത്തിപ്പെടണം എന്ന് വിചാരിച്ചിട്ട് പോകുന്നു. എന്തെങ്കിലും ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട്. അത് എന്തുകൊണ്ടായിരുന്നു? നോർമലി അന്നേ കാലഘട്ടത്തിൽ എല്ലാവരും ദുബായോ ബോംബെയോ ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ബാംഗ്ലൂർ വന്നെത്തി? ബാംഗ്ലൂർ എത്തിപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട് വിടാൻ എല്ലാവരും പറയും, നാട് വിടണം എന്ന് പറയും. അപ്പം നാട് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഒരു പിടികിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലേ, അപ്പോൾ എൻ്റെ അച്ഛനും ഒരു കാലത്ത് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് എൻ്റെ അവിടുന്ന് പരിചയപ്പെട്ട ഒരാളുണ്ട്, ഒരു കാർ ഡ്രൈവർ, KLZ 951.
അത്രയും ഓർമ്മ ഉണ്ട് അത്. അപ്പോൾ അവർ ഇങ്ങനെ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ വാങ്ങിച്ചു തരുമോ ചോദിച്ചു. അപ്പോൾ അവർ വിചാരിച്ചാൽ ഞാൻ എന്നെ കണ്ടപ്പോൾ ഏതോ വലിയ വീട്ടിലുള്ള പയ്യനാണ്, കാരണം തടിച്ച് കൊടുത്ത് നല്ല ഇതായിട്ട് നിൽക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ അവർ നിനക്ക് എന്ത് ജോലിയാണ് വേണ്ടത്, നീ ഒരു കാര്യം ചെയ്താൽ നമ്മളെ കാറിൽ. അപ്പം കാറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാറ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. ശരി, അപ്പം കാറിൽ എങ്ങനെ ഇരിക്കും നമുക്ക്. അപ്പോൾ ക്ലീനറായിട്ടുള്ള ഒരു ജോലിയാണല്ലോ ഒരു ഇതാക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾ ഓക്കെ ശരി എന്നാൽ എൻ്റെ കാറിൽ തന്നെ നിന്നോ എന്ന് പറഞ്ഞേ. അപ്പോൾ അയാളുടെ കാറും അല്ല അത്, അയാളും വേറൊരു ആളെടുക്കൽ ഡ്രൈവറായിട്ട് നിൽക്കുന്ന ആളാണ്. ശരി, അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ലോങ് ട്രിപ്പ് എല്ലാം കിട്ടുന്ന സമയത്ത് അങ്ങനെ പോകാനുണ്ടാവും. ശരി, അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നീട് ബാംഗ്ലൂരിലുള്ള ഒരാൾ KT തോമസ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ കാറിൽ കയറി ഈ പയ്യൻ ഏതാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമ്മളെ അയ്യോ ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഒരു ഫാക്ടറി ഉണ്ട്, വേണമെങ്കിൽ അവിടെ ഒരു കൊണ്ടുപോകാൻ ഞങ്ങൾ എൻ്റെ ജോലി കൊടുക്കാമെന്നാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ബാംഗ്ലൂർക്ക് പോകുന്നു ചോദിച്ചു. അപ്പം ബാംഗ്ലൂർ എവിടെയാണെന്നുള്ളത് തന്നെ നമുക്കറിയില്ലല്ലോ, കാരണം മാവൂര് വിട്ടിട്ട് എവിടേക്കും അധികം പോകാറില്ല. കണ്ണിയാറമ്പ് വിട്ടിട്ട് അടിച്ചു വിടില്ല, പിന്നെ അച്ഛനും അമ്മയും അങ്ങനെയൊന്നും നമ്മളെ ഒരു ഇതിന് കൊണ്ടുപോയി വിടാത്ത കാലമല്ലേ. അപ്പോൾ ശരി, അപ്പം എന്നോട് ചോദിച്ചു നീ ബാംഗ്ലൂർ പോകുന്നു ചോദിച്ചു. അപ്പോൾ രണ്ട് മനസ്സിലായി, കാരണം അമ്മേൻ്റെ കൂടെ ആ കാലം വരയ്ക്കും ഞാൻ അമ്മേൻ്റെ കൂടെ കിടന്നതാണ്. പക്ഷെ അമ്മേനെ വിട്ട് പിരിഞ്ഞ് പോകാൻ സാധിക്കുകയല്ല. അപ്പം എന്താ ഇപ്പം ചെയ്യുക, ശരി ഞാൻ വരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ കുറേ കാലം ആ 3 രൂപ ഇതിന് വേണ്ടിയിട്ട് ആ ഫാക്ടറിയിൽ ജോലി ചെയ്തു. ദിവസം 3 രൂപ. അങ്ങനെ ആ 3 രൂപ ശേഖരിച്ച് വയ്ക്കും. ഒരു മാസം ആകുമ്പോഴത്തേക്കും 90 രൂപയല്ലേ ആവുള്ളൂ. അപ്പോൾ അതിനകത്ത് പൈസ ഒന്നും എടുക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇതിലേക്ക് എത്തണം എന്നുള്ള ആ ഇതിലങ്ങനെ പ്രയത്നിച്ചു. പക്ഷേ അതുകൊണ്ടും പിന്നീട് എത്തുന്നില്ല. പിന്നെ കുറച്ചുകൂടി വളർച്ചയൊക്കെ വന്നു. ഇതൊക്കെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ പോയ സമയത്ത് അപ്പോഴത്തേക്കും ഇവിടുന്ന് നല്ല ഭക്ഷണം കിട്ടിയിരുന്നു കേട്ടോ. കാര്യം എന്തായാലും ഈ KT ജോസഫിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നല്ലോണം ഭക്ഷണം കിട്ടും, വയറ് നിറച്ചു. അപ്പോഴാണ് എല്ലാം തിന്ന് ഇതാവുന്നത്. നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടൊന്നും കിട്ടില്ലല്ലോ. അങ്ങനെ ഇഷ്ടംപോലെ ആളുമാകെ മാറി. നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു നമ്പൂതിരിൻ്റെ മാതിരി അതിന് വെളുത്ത് നല്ല ഇതിലായിട്ട് അങ്ങനെ വീണ്ടും തിരിച്ചു വന്നു ഭാഷ പഠിക്കണം. അപ്പം ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫാക്ടറി പോക്ക് കൊണ്ട് പഠിക്കില്ല. അപ്പോൾ എന്തായി, ഞാൻ നമ്മളൊരു അടുത്ത ഒരു കടയിൽ ഒരു ആലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അവൻ്റെ അടുക്കൽ അവന് എൻ്റെ സ്റ്റൈലാട്ടോ. പക്ഷെ അന്നെ വഴി തെറ്റിയിട്ട് ഈ ആലിക്കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നത്. കിടക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലാണ് അന്നത്തെ കഷ്ടം ഞാൻ പറയുന്നത്. ഈ പള്ളിയിലായി ഞാൻ പോയിട്ട് കിടക്കുക, മുസ്ലിം പള്ളിയിൽ. കമ്പനി വിട്ടിട്ട് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി. അങ്ങനെ കടയിൽ കയറിയിട്ട് കടേൻ്റെ പിന്നിലാണ് ഒരു ചെറിയൊരു കട്ടിൽ ഉണ്ടാവും. ഞങ്ങൾ 2 പേരും കൂടെ അതിലും കിടക്കും, ആലിക്കുട്ടിയും ഞാനും കൂടെ. ഒരു ചെറിയൊരു വിരിയൊക്കെ വരച്ചിട്ട്